ഡേ ലൈഫ് ഡയറി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്യാറ്റിനെ പറ്റിയിട്ടോ അല്ലാണ്ട് ട്രാവലോ അങ്ങനെയുള്ള ഒരു വീഡിയോ അല്ല. കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവായിട്ട് കോവിൻ പോർട്ടലിൽ നിന്നും നമ്മൾ എങ്ങനെ വാക്സിൻ ബുക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. കാരണം ഞങ്ങൾ, അതായത് ചേട്ടനായാലും എനിക്കായാലും കോവിൻ പോർട്ടലിൽ നിന്നും സ്ലോട്ട് ബുക്ക് ചെയ്യാൻ വളരെ പാടായിരുന്നു. 18 വയസ്സ് തൊട്ടിട്ട് 40 വയസ്സിനുള്ളിലുള്ളവർക്ക് സ്ലോട്ട് ബുക്കിംഗ് പല ഡിസ്ട്രിക്ട്സിലും അവൈലബിൾ അല്ല, കേരളത്തിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ തൃശ്ശൂരിനെക്കാട്ടിലും കൂടുതൽ സ്ലോട്ട് അവൈലബിലിറ്റി എറണാകുളത്താണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, ഞാൻ പല ഡിസ്ട്രിക്റ്റിൻ്റെയും എടുത്ത് നോക്കാറുണ്ട് എല്ലാ ദിവസവും. കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ അവൈലബിൾ ആണോ, കാരണം 18 വയസ്സിന് മുകളിലുള്ളവർക്ക് അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്, പലരും ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടണത്, എങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റുന്നു, ഇവരെങ്ങനെ അറിയുന്നു, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെ നോർമലായിട്ട് രജിസ്റ്റർ ചെയ്യാമെന്ന് കാണാം. അതിനുശേഷം നമുക്ക് ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് നല്ല ട്രിക്കൊക്കെ ഉപയോഗിച്ച് ഒരു എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് കാണാം. അതുമല്ലാണ്ട് ഞാൻ വാക്സിനേഷൻസ് സെൻറ്ററിൽ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പറയാം. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ആകെപ്പാടെ അവൈലബിൾ ആയിട്ടുള്ള 2 സെൻറ്റേഴ്സാണ്. ഒന്ന് അമല ഹോസ്പിറ്റലും പിന്നെ ഒന്ന് ആത്രയും. ആത്രയിൽ നിന്നാണ് ചേട്ടന് കിട്ടിയത്. ആത്രയിൽ ഏകദേശം ഒരു 12 മണിക്ക് ശേഷം ഒരു 7-8 മണി വരെയുള്ള സമയത്താണ് ഇവർ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ആ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് വെച്ചാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ആകെ 20 സ്ലോട്ട് ഒരു ദിവസം ഉണ്ടാവാറുള്ളൂ. ഇപ്പോഴത്തെ കഥയാണ് കേട്ടോ ഈ പറയണത്. പിന്നീട് ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. ഓരോ ദിവസവും ഓരോ പോലെയാണ്. ഈവൻ അവിടുത്തെ സെൻറ്ററുകാർക്കും പോലും അറിയില്ല പിറ്റേ ദിവസം എത്ര അവൈലബിൾ ആവുന്നു. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആണ്, എല്ലാ സെൻറ്റേഴ്സിലും അവൈലബിൾ ആണ്. ഏകദേശം 10 സെൻറ്റേഴ്സിൽ കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതെല്ലാം പെയ്ഡ് ആണ് എന്നുള്ളതാണ് മെയിൻ. ഒന്നും തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. 18 to 40 ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യത്തെ പടിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ള ഇൻഫർമേഷൻ. ഇനി എങ്ങനെയാണ്, എന്തൊക്കെയാണ്, ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോളോയിലാണ്. അപ്പം അപ്പോളോയിൽ പോയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സകലമായ കാര്യങ്ങളുമായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം പോയി ചാടാം. അപ്പോൾ ഗൂഗിളിൽ കോവിൻ എന്ന് സെർച്ച് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനൊരു സ്ക്രീൻ കിട്ടും. അപ്പോൾ അവിടെ കോവിൻ രജിസ്ട്രേഷൻ, സെൽഫ് രജിസ്ട്രേഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ നമുക്കൊരു പോർട്ടൽ കിട്ടും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. എന്നിട്ട് ഗെറ്റ് OTP എന്ന് കൊടുത്തു കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് OTP കിട്ടും. ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളുടെ ലാപ്ടോപ്പിൽ നിന്നോ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും. ഈവൻ നമുക്ക് മൊബൈലിൽ നിന്ന് വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ OTP ഒക്കെ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന് കൊടുക്കുക. അപ്പോൾ വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഡ് മെമ്പർ, ഇപ്പോൾ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യണമെന്നെങ്കിൽ നമ്മൾ ആഡ് മെമ്പർ എന്ന് കൊടുക്കണം. അപ്പോൾ ആഡ് മെമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ID പ്രൂഫ് ചോദിക്കും. ID പ്രൂഫിൽ നമുക്ക് ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാന്, പാസ്പോർട്ട്, പെൻഷൻ, പാസ്ബുക്ക്, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതാ നമുക്ക് അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഒറിജിനൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നമ്പർ, അതായത് ഫോട്ടോ IDയുടെ നമ്പർ കൊടുക്കുക, നെയിം കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, എന്നിട്ട് ആഡ് മെമ്പർ എന്ന് കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് രജിസ്ട്രേഷൻ. ഇത് ജസ്റ്റ് രജിസ്ട്രേഷൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യണം. അപ്പോൾ ഷെഡ്യൂൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഏതാണോ നമ്മളുടെ സ്ഥലം, അതായത് നമ്മളുടെ സ്റ്റേറ്റ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് പിൻ നമ്പർ വെച്ചിട്ടും കൊടുക്കാം. പക്ഷെ ബെറ്റർ നമ്മൾ ഡിസ്ട്രിക്റ്റ് വെച്ച് കൊടുക്കണതാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏജ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ആകെ വന്നിരിക്കണത് കണ്ടല്ലോ, അത്രയും മാത്രമാണ് 18+ വരണത്. അപ്പോൾ നമുക്ക് എറണാകുളം സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ എറണാകുളം സെർച്ച് ചെയ്യുമ്പോൾ ഇതേ കണ്ടില്ലേ, 18+ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ കുറേ വരും. അപ്പോൾ 18+നകത്ത് 40+ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ 18+, 40+ എന്ന് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. എല്ലാം ബുക്ക്ഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പ വഴിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ under45.in എന്ന് സെർച്ച് ചെയ്യാം.
അപ്പോൾ under45.in സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെലിഗ്രാം അലേർട്സ് എന്ന് കാണും. അപ്പോൾ ടെലിഗ്രാം അലേർട്സിൽ നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. അപ്പോൾ ഡിസ്ട്രിക്റ്റ് കൊടുത്തു കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതാണോ ഡിസ്ട്രിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ബട്ടൺ കിട്ടും. ഓൾറെഡി നമ്മുടെ ഡെസ്ക്ടോപ്പിനകത്ത് ടെലിഗ്രാം ഉണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വെബ് ടെലിഗ്രാം യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ജോയിൻ ചെയ്യുക, ടെലിഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുക. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സമയത്തും നമ്മൾ ലോഗിൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്തിട്ട് നോക്കാൻ പറ്റില്ല. അപ്പോൾ ബെറ്റർ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാണ്. ഈ ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 18+ എത്ര സ്ലോട്ട് അവൈലബിൾ ആണെന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഇത് നോക്കിയാൽ മതി, അല്ലാതെ ഏത് സമയവും നമ്മൾ കോവിൻ പോർട്ടലിൽ കയറി ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ under45 തൃശ്ശൂർ പോർട്ടലിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇതിൽ കാണുന്നത്. ഇതിൽ മെജോറിറ്റി ഇത് അമല ഹോസ്പിറ്റൽ അത്രയും മാത്രമാണ് കാണുന്നത്. പെയ്ഡ് സർവീസസ് ആണ്. ഇതിൽ കോസ്റ്റ് 780 rupees എന്ന് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ പെയ്ഡാണ്. ഇനി ടിപ്പ് നമ്പർ 2 എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ കോവിൻ ബോട്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ക്രോം എക്സ്റ്റൻഷൻ ആണിത്. നമ്മൾ കോവിൻ ബുക്കിംഗ് സെർച്ച് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഒരു ക്രോം എക്സ്റ്റൻഷൻ വരും. അപ്പോൾ ഈ ക്രോം എക്സ്റ്റൻഷന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ എക്സ്റ്റൻഷൻ്റെ അവിടെ ഈ കോവിൻ ബുക്കിംഗ് വരും. അത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. പിൻ ചെയ്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഒന്ന് എക്സ്റ്റൻഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ഇത് ആവശ്യം കഴിഞ്ഞു വെച്ചാൽ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൽഫ് രജിസ്ട്രേഷൻ പോർട്ടലിന് കയറി കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൈഡിലകത്ത് ഒരു എഡിറ്റ് ഓട്ടോ ഫിൽ ഇൻപുട്സ് എന്ന് വരും. അപ്പോൾ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. മൊബൈൽ നമ്പർ കൊടുക്കുക, നമ്മുടെ ഏതാണോ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിന്നെ സെർച്ച് ബൈ എന്നുള്ള അതിനകത്ത് ഡിസ്ട്രിക്റ്റ് എന്ന് കൊടുക്കുക. പിന്നെ നമുക്ക് എന്തൊക്കെയാണോ ഓപ്ഷൻ ആവശ്യമുള്ളത് അതൊക്കെ കൊടുക്കുക. ഓക്കെ, ഇതിനകത്ത് തന്നെ റെഡിൽ കൊടുത്തിരിക്കുന്നതൊക്കെ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ഇത് ഓൾറെഡി നമ്മുടെ നമ്പർ അടിച്ചു കൊടുക്കാൻ തന്നെ നമ്പർ ഇൻപുട്ട് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ OTP വേണ്ടിയിട്ട് OTP ഒന്ന് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടി വരും. നമ്മൾ OTP അടിച്ച് കൊടുത്തു കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരിൻ്റെ അവിടെ ഷെഡ്യൂൾ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഷെഡ്യൂൾ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് വെച്ചാൽ എല്ലാം ഓട്ടോമേറ്റഡ് ആയിരിക്കും. നമ്മൾ ബുക്കിംഗ് വരെ ഓട്ടോമേറ്റഡ് ആവും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇഷ്ടമുള്ള സ്ഥലത്ത് ബുക്ക് ചെയ്യും. ഓക്കെ, നമ്മളുടെ ആ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ അകത്ത് ഏത് ഭാഗത്ത് ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും ബുക്കാകും. ഓക്കെ, അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ബൈ പിൻ കൊടുത്തിട്ട് നിങ്ങളുടെ പിൻ നമ്പർ, അല്ലെങ്കിൽ ഇതിനകത്ത് ഏതാണോ ഹോസ്പിറ്റൽ നിങ്ങളുടെ നിയർ ബൈ ഉള്ള ഹോസ്പിറ്റലിൻ്റെ പിൻ നമ്പർ കൊടുത്തിട്ട് അത് ചെയ്ത് കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിൽ ബുക്കിംഗ് വരുന്ന സമയത്ത് അത് ബുക്കാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതേ അപ്പോൾ നമ്മളുടെ സ്ലോട്ട് എല്ലാം വന്നു. ഇത് കണ്ടില്ലേ, ലിസി ഹോസ്പിറ്റലിൽ വന്നു. ഇവിടെ കണ്ടോ, അപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇപ്പോൾ ദേ ബുക്ക്ഡായി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോവിൻ ബോട്ടിൽ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ട്രയൽ ആൻഡ് എറർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മാതിരി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചധികം നേരം ആയിക്കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും OTP അടിച്ചു കൊടുക്കേണ്ടി വരും, ഷെഡ്യൂൾ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ജസ്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ലാപ്ടോപ്പ് വെച്ചിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ നമുക്ക് സ്ലോട്ട് അവൈലബിൾ ആയത് അപ്പോൾ തന്നെ അത് ബുക്കായിക്കോളും. അപ്പോൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. നമ്മളിതേ ഇപ്പോൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോളോ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലാണ് നമുക്ക് സ്ലോട്ട് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഞാൻ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ചേട്ടനുണ്ട് കൂടെ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം തിരക്കുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ചേട്ടന് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ആകെപ്പാട് 20 സ്ലോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി.
ഇവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്തോരം വണ്ടികളാണ്. ഈശ്വര, ഇവിടെ മുഴുവൻ ഇത്രയും ആൾക്കാരുടെ ക്യൂവിൽ നിന്നിട്ട് വേണ്ടേ എനിക്ക് ഇനി അവിടെ എത്താൻ എന്നുള്ള ആലോചിച്ച് കഴിഞ്ഞാൽ വെച്ചാൽ എനിക്ക് പേടിയാവുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ. ഞാൻ വാക്സിനേഷൻ എടുക്കാൻ പോകുന്നതും വാക്സിനേഷൻ എടുക്കുന്നതും എല്ലാം ഷൂട്ട് ചെയ്യാന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷെ ചേട്ടനെ അകത്ത് പോലും കയറ്റിയില്ല. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷെ വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ സിസ്റ്ററിൻ്റെ അടുത്തും സംസാരിച്ചു. അപ്പോൾ നഴ്സ് കുത്തണ സമയത്ത് വേറെ ആരെങ്കിലും വേണ്ട അതിനകത്ത് ഷൂട്ട് ചെയ്ത് തരാൻ. അപ്പോൾ ആരും ഇല്ലാത്തത് കാരണം നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കൂടെ ആരും ഇല്ലല്ലോ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വാക്സിനേഷൻ സെന്റർ ആണ്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ സ്ലോട്ട്സ് അവൈലബിളും ഇവിടെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ സ്ലോട്ട് അവൈലബിലിറ്റി കിട്ടാൻ വളരെ എളുപ്പമാണ്. അത് നമ്മൾ നോക്കിയിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഗൈസ്, നമ്മൾ അപ്പോളോയിൽ പോയി കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ID കാർഡ് കൊണ്ടുപോകണം. നമ്മൾ ഏതാണോ രജിസ്റ്റർ ചെയ്ത ആ ID കാർഡ്, പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും അതിൻ്റെ റെഫറൻസ് IDയും കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ മെസ്സേജ് കാണിച്ചാൽ മാത്രമേ നമ്മളെ ഉള്ളിലേക്ക് തന്നെ കടത്തി വിടുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കാർഡ് തരും. അതായത് ഇങ്ങനെ ഒരു കാർഡ് തരും. അപ്പോൾ ഈ കാർഡിനകത്ത് നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോളോവിനകത്ത്, അതായത് അപ്പോളോവിൻ്റെ ഒരു സ്കാനർ, QR സ്കാനർ ഉണ്ടാവും. അപ്പോൾ QR സ്കാനറിൽ പോയിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നമ്മളൊരു വെബ്സൈറ്റിലെത്തും. അത് അപ്പോളോൻ്റെ എന്തോ ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ അതിൽ ന്യൂ പേഷ്യൻ്റ് രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ന്യൂ പേഷ്യൻ്റ് രജിസ്ട്രേഷനിൽ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അതിൽ 100 രൂപ കൊടുക്കാനൊക്കെ പറയും. പക്ഷെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഒരു റെഫറൻസ് ID വരും. അപ്പോൾ ആ റെഫറൻസ് IDയും പിന്നെ CoWin പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് മെസ്സേജ് വരുന്ന ഒരു റെഫറൻസ് IDയും അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡേറ്റയും, അതായത് നമ്മളുടെ ഏതാണോ എന്താ പറയുക ID പ്രൂഫ് ഉള്ളത് അതിൻ്റെ നമ്പർ, അതേപോലെ തന്നെ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു കാർഡാണത്. ഇതൊക്കെ നടക്കുന്നത് ഒരു റൂമിനകത്താണ്, ഒരു ഹാളിനകത്ത്. അപ്പം ആ ഹാളിൽ നിന്ന് നമ്മൾ ആ ഒരു എക്സിറ്റ് ഡോറിൽ പോയി കഴിഞ്ഞു വെച്ചാൽ അവർ ഡയറക്റ്റ് വേറൊരു റൂമിലേക്ക് പോകാൻ. അപ്പോൾ ആ ഒരു ഹാളിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് പേയ്മെൻറ്റും വെരിഫിക്കേഷനും നടക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റും വെരിഫിക്കേഷനും നടത്താൻ വേണ്ടിയിട്ട് അവർ ടോക്കൺ നമ്പറാണ് വിളിക്കുക. നമുക്ക് ഫസ്റ്റ് റൂമിൽ നിന്ന് കിട്ടുന്ന ആ കാർഡിനകത്ത് ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ അനുസരിച്ചിട്ടാണ് നമുക്ക് സെക്കൻഡ് റൂമിനകത്ത് വെരിഫിക്കേഷന് കോൾ ചെയ്യാം. അപ്പോൾ ആ നമ്പറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അവിടെ 10 പേര് ഇരിക്കുന്നുണ്ട് ഈ രജിസ്ട്രേഷനും വെരിഫിക്കേഷനും വേണ്ടിയിട്ട്. അപ്പോൾ പേയ്മെൻറ്റും നടക്കും, വെരിഫിക്കേഷനും നടക്കും. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഒരു 10 വാക്സിനേഷൻ ക്യൂബിക്കിൾ പോലെ ഒരു സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് പോയിട്ടാണ് നമ്മൾ വാക്സിൻ ചെയ്യണത്. അപ്പോൾ വീണ്ടും 10 എണ്ണം, എനിക്ക് തോന്നുന്നത് 30-ാം തീയതി, ഇന്ന് 29-ാം തീയതിയാണ്, 30-ാം തീയതി 4500-ൽ കൂടുതൽ വാക്സിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു 10 എണ്ണം കൂടെ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക വാക്സിനേഷൻ എടുത്ത ഒരേ ഒരു സെൻറ്റർ അതായി തീരുന്നു തോന്നുന്നു. കാരണം 4500 പേര് ഒറ്റ ദിവസം കൊണ്ട് വാക്സിനേറ്റ് ചെയ്യാൻ പോവാണ് അപ്പോളോ. സോ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ. വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു വെച്ചാൽ അരമണിക്കൂർ അവിടെ ഇരിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് പോരാം. അവിടെ ഫാർമസിയും അതേപോലെ തന്നെ ഫുഡിനുള്ള ഐറ്റംസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫുഡിനുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിച്ച് കഴിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോളോൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഫ്രീ ആയിട്ട് എങ്ങനെ വാക്സിൻ കിട്ടുന്നില്ല എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടാൻ വേറൊരു വഴിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾക്ക് പുറത്ത് പോകണം, ഇല്ലെങ്കിൽ ഹജ്ജ് പിൽഗ്രിംസ് ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളവർക്ക് നമുക്ക് covid19.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിനുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിനകത്ത് പോയി കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഞങ്ങൾക്ക് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷനിൽ പോവുക. ഇൻഡിവിജ്വൽ രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞു വെച്ചാൽ അതെ, അപ്പോൾ ഇവിടെ ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എല്ലാവർക്കും അല്ല, ഇത് ജസ്റ്റ് സർട്ടീൻ പീപ്പിളിന് മാത്രമുള്ളതാണ്. അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള സാധനമാണ്. അപ്പം മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് ഗെറ്റ് OTP എന്ന് കൊടുത്തു കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് പോകാൻ പറ്റും. അതിനകത്ത് പോയി കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടും, അതും ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വാക്സിനേഷൻ റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റാറ്റസ് കാണാനും, അതേമാതിരി ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ബൾക്കായിട്ട് വാക്സിനേറ്റ് ചെയ്യാനും, അതേമാതിരി തന്നെ അബ്രോഡ് പോയവർക്കുള്ള സർട്ടിഫിക്കറ്റും എല്ലാം തന്നെ ഇവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ കേരള ഗവൺമെൻറ് കൊടുക്കുന്ന മുൻഗണന പ്രകാരമാണ് വാക്സിനേഷൻ കൊടുക്കുന്നത്. അല്ലാത്തവർക്ക് പെയ്ഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം 18 to 40 വരെയുള്ളവർക്കുള്ളതാണ്. 40+ ഇഷ്ടം പോലെ വാക്സിൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ 40+ ഇഷ്ടംപോലെ വാക്സിൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ അടുത്തുള്ള ആശാ വർക്കേഴ്സിനെ സമീപിച്ചു കഴിഞ്ഞു വെച്ചാൽ അവർ മുൻഗണന നൽകി നിങ്ങൾക്ക് വാക്സിൻ തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. 18+ഉള്ളവർക്ക് കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് വാക്സിൻ വേണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് വാക്സിൻ യൂസ് ചെയ്യാം. നമ്മളെല്ലാവരും എന്താ പറയുക, ഒരു യങ് കമ്മ്യൂണിറ്റിയാണ്, ഏണിങ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവർ തീർച്ചയായിട്ടും പെയ്ഡ് വാക്സിൻ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ വെയിറ്റ് ചെയ്യുക, കൂടുതൽ കെയർ എടുക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിതേ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ ഇനിയും പറഞ്ഞു നീട്ടുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും സീ യു ദെൻ, ബൈ.